തൃശൂർ ഗുരുവായൂരിൽ യുവതിയെ കൊല്ലാൻ പെൺവേഷം ധരിച്ചെത്തിയ 5 സംഘം അറസ്റ്റിൽ. തൊടുപുഴ മുട്ടം സ്വദേശികളായ ആദർശ്, പ്രസാദ്, ബിനീഷ്, ഷാഹിദ്, സ്റ്റീഫൻ എന്നിവരാണ് പിടിയിലായത്. പടിഞ്ഞാറേ നടയിൽ നിന്ന് പെൺവേഷത്തിൽ സംശയാസ്പദമായ പ്രസാദിനെയാണ് ആദ്യം കസ്റ്റഡിയിലെടുത്തത്. സൗഹൃദ ബന്ധത്തിൽ നിന്നും പിന്മാറിയതിലെ വൈരാഗ്യത്തിലാണ് കൊലപാതകം നടത്താൻ പദ്ധതി എന്നാണ് വിവരം. ഷബാസ് അഹമ്മദിന്റെ കൂടുതൽ വിവരങ്ങളുമായി. ഷബാസ് അഹമ്മദ്, എപ്പോഴാണ് ഈ സംഭവം നടന്നത്? വളരെ ഞെട്ടിക്കുന്ന വിവരമാണ്. ഏത് പെൺകുട്ടിയെ കൊലപ്പെടുത്താനാണ് ഇവർ ശ്രമിച്ചത്? ഇവരുടെ സംഘത്തിൽ തന്നെയുള്ള ഇവരുടെ കൂടെയുണ്ടായിരുന്ന സുഹൃത്തായ പെൺകുട്ടിയാണോ? അരുൺകുമാർ, തൊടുപുഴ സ്വദേശിയായ ഒരു തൃശൂരിൽ ജോലി ചെയ്യുന്ന യുവതിയാണ് ഈ സംഘം കൊലപ്പെടുത്താൻ പദ്ധതിയിട്ടിരുന്നത്. ഇവർ തമ്മിൽ സുഹൃത്ബന്ധമായിരുന്നു. അതിനെ തുടർന്ന് യുവതി സുഹൃത്ബന്ധത്തിൽ നിന്ന് പിന്മാറുന്നതിന്റെ വൈരാഗ്യം തീർക്കാനായിരുന്നു ഇത്തരത്തിലൊരു കൊലപാതകം ഈ സംഘം പദ്ധതിയിട്ടത് എന്നാണ് പോലീസ് പറയുന്നത്. ആദ്യഘട്ടത്തിൽ പടിഞ്ഞാറൻ നടയിൽ നിന്ന് പെൺവേഷത്തിൽ സംശയാസ്പദമായി നിൽക്കുകയായിരുന്ന പ്രസാദിനെയാണ് പോലീസ് ആദ്യം കസ്റ്റഡിയിലെടുക്കുന്നത്. തുടർന്ന് പട്രോളിംഗിനിടെയാണ് കാറിൽ കറങ്ങുകയായിരുന്ന മറ്റ് 4 പേരെ കൂടി പിടികൂടിയത്. തൊടുപുഴ മുട്ടം സ്വദേശികളായ ആദർശ, പ്രസാദ്, ബിനീഷ്, ഷാഹിദ്, സ്റ്റീഫൻ എന്നിവരായിരുന്നു 5 പേരായിരുന്നു ഇവർ പെൺവേഷം ധരിച്ചെത്തിയത്. ഇതിൽ നിന്ന് 16 ഗ്രാം കഞ്ചാവ് അടക്കം പോലീസ് കണ്ടെടുത്തു എന്നൊരു വിവരം കൂടിയുണ്ട്. വിശദമായ ചോദ്യം ചെയ്യലാണ് ഇത്തരത്തിൽ ഒരു കൊലപാതകം നടത്താനായാണ് പെൺവേഷം കെട്ടി ഗുരുവായൂരിലെത്തിയത് എന്നൊരു വിവരം ഇവർ പങ്കുവെക്കുന്നത്. തൊടുപുഴ സ്വദേശിയായ യുവതി തൃശ്ശൂരിൽ സ്പായിൽ ജോലി ചെയ്യുകയായിരുന്നു. ഇവരെ പിന്തുടർന്നാണ് ഈ യുവതിയെ പിന്തുടർന്നായിരുന്നു സംഘം ഇവിടെ തൃശ്ശൂരിലെത്തിയത്. പിന്നീട് ഇവർ പിന്തുടരുന്നുണ്ട് എന്നറിഞ്ഞതോടെ ഗുരുവായൂരിലേക്ക് മാറി. എത്തി. അങ്ങനെയാണ് ഇവർ ഗുരുവായൂർ ക്ഷേത്ര നടയിൽ വെച്ച് പോലീസിന്റെ പിടിയിലാവുന്നത്. എന്തായാലും ഇവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിട്ടുണ്ട്. ഈ പിടിയിലായ പ്രസാദിനും ആദർശിനുമെതിരെ 20-ലധികം കേസുകൾ ഉണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. ഒപ്പം തന്നെ യുവതിയെ കണ്ടെത്തി പോലീസ് സുരക്ഷിതമായി നാട്ടിലേക്ക് അയച്ചിട്ടുണ്ട്. അരുൺകുമാർ, ഞെട്ടിക്കുന്ന വിവരമാണ്. ഒരു പെൺകുട്ടിയെ വകവരുത്താൻ വേണ്ടി പെൺവേഷത്തിലെത്തിയ സംഘത്തെ ഇപ്പോൾ പോലീസ് പിടികൂടിയിരിക്കുന്നു. ഗുരുവായൂരിലാണ് പോലീസ് ഇവരെ പിടികൂടിയിരിക്കുന്നത്. ഇവർക്കിടെ ഒരു പെൺസുഹൃത്തായിരുന്നു. ആ സുഹൃത്ത് പിന്നീട് സൗഹൃദത്തിൽ നിന്ന് പിന്മാറിയതാണ് കൊലപാതക ശ്രമത്തിലേക്ക് നയിച്ചത്. തൃശ്ശൂരിൽ നിന്ന് പെൺകുട്ടി ഗുരുവായൂരിലെത്തി എന്നുള്ളതറിഞ്ഞ് ഗുരുവായൂരിലേക്ക് എത്തുകയായിരുന്നു. ഷബാസ് അഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്.